എല്ലാവർക്കും LSSൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിസര പഠനത്തിലെ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? കരയിലും ജലത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളേവ? ആരൊക്കെയാണ്? തവള, ആമ. കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളെ വിളിക്കുന്ന പേര് ഏതാണ്? കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെ നമ്മൾ ഉഭയജീവികൾ എന്നാണ് പറയുന്നത്. ആമ്പൽ, താമര എന്നീ സസ്യങ്ങളുടെ ഇലകൾ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ്? നമ്മൾ കണ്ടില്ലേ, താമരയുടെ ഇല എങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്, ആമ്പലിൻ്റെയൊക്കെ. അതെന്താണ്? ഇലയിൽ വായു അറകൾ ഉള്ളത് കൊണ്ടാണ് ഇലകൾ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സവിശേഷതയാണ് അനുകൂലനം. അനുകൂലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സവിശേഷതയാണ് നമ്മൾ അനുകൂലനം എന്ന് പറയുന്നത്. തേൻകുരുവികൾക്ക് ആഹാര സമ്പാദനത്തിനുള്ള അനുകൂലനം എന്താണ്? നമ്മൾ അനുകൂലനം എന്താണെന്ന് പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ തേൻകുരുവികൾക്ക് ആഹാര സമ്പാദനത്തിനുള്ള അനുകൂലനം വായുവിൽ പറക്കുന്നതിനുള്ള കഴിവ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? തവള ഇര പിടിക്കാൻ ഉപയോഗിക്കുന്ന അവയവം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തവള എങ്ങനെയാണ് പ്രാണികളൊക്കെ പിടിക്കുന്നത്? തവളയുടെ നാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇരകളെ പിടിക്കുന്നത്. മത്സ്യത്തിൻ്റെ ശ്വസനാവയവം ഏതാണ്? ശകുലങ്ങളാണ് മത്സ്യത്തിൻ്റെ ശ്വസനാവയവം. തവളയുടെ വെള്ളത്തിലെ ശ്വസനാവയവം എന്താണ്? ത്വക്കാണ് തവളയുടെ വെള്ളത്തിലെ ശ്വസനാവയവം. ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന അജീവീയ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ അല്ലേ? എന്താണ് ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന അജീവീയ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ. അടുത്തത് എന്താണ്? കരയിലെ തവളയുടെ ശ്വസനാവയവം നമ്മൾ ആദ്യം വെള്ളത്തിലെ ശ്വസനാവയവം പഠിച്ചില്ലേ? എന്തായിരുന്നു? ത്വക്കാണ് തവളയുടെ വെള്ളത്തിലെ ശ്വസനാവയവം. അത് നമ്മൾ പഠിച്ചു. ഇനി എന്താണ്? തവളയുടെ കരയിലുള്ളപ്പോൾ ഉള്ള ശ്വസനാവയവം എന്താണ്? മൂക്ക്. മത്സ്യത്തിൻ്റെ ശരീരാകൃതി എങ്ങനെയുള്ളതാണ്? നിങ്ങളൊക്കെ മത്സ്യത്തിനെ കണ്ടിട്ടില്ലേ? മത്സ്യത്തിൻ്റെ ശരീരാകൃതി എങ്ങനെയുള്ളതാണ്? തോണിയുടെ ഷേപ്പാണില്ലേ? തോണി പോലെയാണ് മത്സ്യത്തിൻ്റെ ശരീരാകൃതി ഉള്ളത്. മത്സ്യത്തെ കരയിലിട്ടാൽ ജീവൻ പോകുന്നത് എന്തുകൊണ്ട്? മത്സ്യത്തെ നമ്മൾ വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ട് കരയിലിട്ട് അതിങ്ങനെ പെടയൂലേ? അപ്പം അത് പെടഞ്ഞ് അതിൻ്റെ ജീവൻ പോവില്ലേ? അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കരയിൽ ശ്വസിക്കുന്നതിനുള്ള അനുകൂലനം മത്സ്യത്തിനില്ല. കരയിൽ നിന്ന് മത്സ്യത്തിന് ശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കരയിലിട്ട് കഴിഞ്ഞാൽ അത് ചത്തുപോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ്? മുളയാണ് പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇല അല്ലേ? അടുക്കള എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനാണ് നമ്മൾ അടുക്കള ഉപയോഗിക്കുന്നതില്ലേ? അതുപോലെ സസ്യങ്ങൾ അവരുടെ ആഹാരം പാകം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇലയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് സസ്യങ്ങളുടെ അടുക്കള എന്ന് ഇലയെ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാണ്ഡത്തിൻ്റെ ഉൾഭാഗത്തിന് കട്ടി കൂടുതലുള്ളത് ഏത് ബീജപത്രമുള്ള സസ്യങ്ങൾക്കാണ്? കാണ്ഡത്തിൻ്റെ ഉൾഭാഗത്തിന് കട്ടി കൂടുതലുള്ളത് ഏത് ബീജപത്രമുള്ള സസ്യങ്ങൾക്കാണ്? ദ്വിബീജപത്രമുള്ള സസ്യങ്ങൾക്കാണ് അല്ലേ? ദ്വിബീജപത്ര സസ്യങ്ങൾക്കാണ് കാണ്ഡത്തിൻ്റെ ഉൾഭാഗത്തിന് കട്ടി കൂടുതലുള്ളത്. തായ്വേര് പടലമുള്ള സസ്യങ്ങളിലെ ബീജപാത്രങ്ങളുടെ എണ്ണം എത്ര? നമ്മൾ വേരുകൾ രണ്ടായിട്ടുണ്ടല്ലേ? നാരുവേരും തായ്വേരും അല്ലേ? അതിലെ തായ്വേര് പടലമുള്ള സസ്യങ്ങളിലെ ബീജപത്രങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. എത്രയാണ്? 2 അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നാരുവേര് പടലമുള്ള സസ്യങ്ങളിലെ ബീജപത്രങ്ങളുടെ എണ്ണം എത്ര? 1. നമ്മൾ തായ്വേര് പഠിച്ചു, എത്രയാണ്? 2. നാരുവേര് പടലമുള്ള സസ്യങ്ങളുടെ ബീജപത്രം എത്രയാണ്? 1. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? ഏകബീജപത്ര സസ്യങ്ങൾ. ഏകെന്ന് പറഞ്ഞാൽ 1 എന്നാണ് അല്ലേ? അപ്പോൾ ഒരു ബീജം മാത്രമുള്ള സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഏകബീജപത്ര സസ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഏകബീജപത്രമുള്ള സസ്യങ്ങളുടെ ഇലകളിൽ ഏത് തരം സിരാവിന്യാസം ആണ് ഉള്ളത്? എന്താണ്? സമാന്തര സിരാവിന്യാസം. ദ്വിബീജപത്ര സസ്യങ്ങളുടെ ഇലകളിൽ ഏത് തരം സിരാവിന്യാസമാണ് ഉള്ളത്? എന്താണ്? ജാലിക സിരാവിന്യാസം. നിങ്ങൾ തായ്വേരെന്താണ്, നാരുവേരെന്താന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്താണ് അതിൽ ദ്വിബീജ സസ്യങ്ങളുടെ ഇലകളിൽ ഉള്ള സിരാവിന്യാസം ഏതാണ്? ജാലിക സിരാവിന്യാസം. ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസത്തിനെ പറയുന്ന പേരെന്ത്? ജാലിക സിരാവിന്യാസം. ഇലകളിൽ വലക്കണ്ണികൾ പോലെയാണല്ലേ കാണപ്പെടുന്നത്, അങ്ങനെ പറയുന്ന സിരാവിന്യാസത്തിന് പറയുന്ന പേരാണെന്ത്? ജാലിക സിരാവിന്യാസം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെ ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണെന്ത്? നാരുവേര് പടലം. ആഴത്തിൽ വളരുന്ന വേരുപടലം ഏത്? ആഴത്തിൽ വളരുന്ന വേരുപടലം ഏതാണ്? തായ്വേര് പടലം. ബീജശീർഷം ചെടിയുടെ ഏത് ഭാഗമായി മാറുന്നു? ബീജശീർഷം ചെടിയുടെ ഏത് ഭാഗമായിട്ടാണ് മാറുന്നത്? കാണ്ഡം. ബീജശീർഷത്തിൽ കട്ടിയുള്ള ഇലകൾ പോലെ കാണപ്പെടുന്ന ഭാഗത്തിനെ പറയുന്ന പേര് എന്താണ്? ബീജപത്രം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗം എന്തായിത്തീരുന്നു? വേര്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിനെ പറയുന്ന പേരെന്ത്? എന്താ പറയുന്നത്? ബീജമൂലം. നമ്മൾ വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗം എന്താണ്? അതെന്തായിട്ടാണ് മാറുന്നത്? വേരായിട്ടാണല്ലേ മാറുന്നത്. പിന്നെന്താ നമ്മൾ ചോദിച്ചത്? ബീജമൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് എന്ത്? ബീജമൂലം. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് ഏതു ഭാഗത്ത് വെച്ചാണ്? നമ്മൾ സസ്യങ്ങളുടെ അടുക്കള എന്ന് പഠിച്ചില്ലേ? ആരെയാണ് പഠിച്ചത്? ഇലകളാണല്ലേ. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇലകളിൽ വെച്ചിട്ടാണല്ലേ. രാമച്ചത്തിന്റെ വേരുപടലം ഏതാണ്? രാമച്ചം എന്ന ഒരു സസ്യത്തിന്റെ വേരുപടലം ഏതാണ്? നാരുവേര് പടലമാണ് എന്ത്? രാമച്ചത്തിനുള്ളത്. ഏറ്റവും കൂടുതൽ വാരിയെല്ലുള്ള ജീവി ഏത്? ഏറ്റവും കൂടുതൽ വാരിയെല്ലുള്ള ജീവി ഏതാണ്? പാമ്പിനാണ് ഏറ്റവും കൂടുതൽ വാരിയെല്ലുള്ള ജീവി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ EVSൽ നമുക്ക് പഠിക്കാനുള്ള 30 ചോദ്യങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ മറ്റു ചോദ്യങ്ങളൂടെ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുക, ക്വസ്റ്റ്യൻസൊക്കെ നോട്ട് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.